عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين برضا الله ما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ മദ്രസയുടെ മാനേജ്മെന്റ് ഭാരവാഹികളെ, നമുക്കിതുവരെ ഒരു മദ്രസ ചലിപ്പിക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ് വളരെ കൃത്യമായി ഞങ്ങൾക്ക് പോലും മാതൃകയാകുന്ന രീതിയിൽ ഈ മദ്രസയുടെ ചില പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഒരു നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ടീമാണ് ഈ മദ്രസ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ മദ്രസയിൽ ചുക്കാൻ പിടിക്കുന്ന, അതിനൊക്കെ പുറത്ത് രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങളും യഥാസമയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ലൊരു PTA തന്നെ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കൃത്യമായ അഭിവാദ്യങ്ങൾ നിങ്ങൾക്കൊക്കെ അർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ വിഷയങ്ങളിൽ ഒത്തൊരുമിക്കാനും ദീനിയായ നന്മക്ക് മുന്നിൽ നിന്ന് നയിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കൊരു ദുആ ചെയ്തു തുടങ്ങാം. പരിശുദ്ധ ഖുർആനിലുള്ള ഒരു ദുആണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എല്ലാവരും ഉറക്കെ ആമീൻ പറഞ്ഞാൽ. ആ ദുആന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ 40 പേരുള്ള ഒരു സദസ്സിൽ ആ ദുആ സ്വീകരിക്കുമെന്നാണ്, ഒരു വലിയ ഉണ്ടായിരിക്കുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 40-ൽ കൂടുതൽ ആളുകളുണ്ട് ഇവിടെ. അപ്പോ നമ്മൾ ആത്മാർത്ഥമായ ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആന്റെ അർത്ഥം ഇങ്ങനെയാണ്: പടച്ചവനെ, ഞങ്ങൾക്ക് നീ ദുനിയാവിലും ഹാപ്പിനെസ് നൽകണമേ, ആഖിറത്തിലും ഹാപ്പിനെസ് നൽകണമേ. നോക്കി നിങ്ങൾ, നമ്മളൊക്കെ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് തേരോട്ടം നയിക്കുന്ന ആൾക്കാരാണ്, വല്ലാണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരാണ്. ആ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നത് ഹാപ്പിനെസിന് വേണ്ടിയാണ്. സാമ്പത്തികമായി നമുക്കൊക്കെ, നമ്മൾക്കും നമ്മളെ ഭാര്യയ്ക്ക്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഉപ്പ ഉമ്മ മക്കൾ എല്ലാവർക്കും സന്തോഷം കിട്ടാൻ വേണ്ടി സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാവണം, വേണ്ടേ? ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ഉണ്ടാവുള്ളൂ. യെസ് ഒന്നോ? അതിനല്ലേ ഫിനാൻഷ്യലി ഒരു സാമ്പത്തികമായിട്ട് നമ്മളുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കാനുള്ള സാമ്പത്തികം ഉണ്ടാവുമ്പോഴേ നമുക്ക് ഹാപ്പി ഉണ്ടാവുള്ളൂ. അതിനല്ലേ? അതിനല്ലേ? ആർഭാടത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ ഉണ്ടാവണം എന്നുള്ളത് തന്നെ. നമുക്ക് താഴോട്ട് ഇറങ്ങാം. വലിയൊരു അകലം എനിക്ക് ഫീൽ ചെയ്യും. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുത്തുനബിയുടെ ഉമ്മത്തീങ്ങളായ നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി എപ്പോഴും ആവശ്യപ്പെട്ട ദുആ. അതിന് അർത്ഥത്തിലുണ്ട്: കുറച്ചുകൂടെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഹാപ്പിനെസ് നൽകണം, സന്തോഷം നൽകണേ. ജീവിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവണം, മരിക്കുമ്പോഴും സന്തോഷം ഉണ്ടാവണം, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം എന്നുള്ളതാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്: റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളൊന്നും ഇല്ലായിരുന്നു, 100 വർഷക്കാലം മക്കളില്ലായിരുന്നു. അവസാനം മകനുണ്ടായി, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലെ? അപ്പൊ മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ദുആ കൂടിയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. പടച്ചോനെ, ഞങ്ങൾക്ക് നീ നല്ല ഭാര്യമാരെ നൽകണമേ, ഭാര്യമാരെയും നല്ല മക്കളെയും നൽകണമേ. എങ്ങനത്തെ മക്കളറിയോ? ഖുർറത അയ്യുനി. അതൊരു വചനാണ്. ഖുർറത അയ്യുൻ, കൺകുളിർമ നൽകുന്ന മക്കള്. നോക്കൂ നിങ്ങൾ, കൺകുളിർമ നൽകുന്ന മക്കളെ. ഏതെങ്കിലും മക്കൾ നൽകല്ലേ എന്നല്ല, ഏതെങ്കിലും മക്കൾ നൽകണ്ട. രക്ഷിതാക്കളായ നമുക്ക് കൺകുളിർമ നൽകുന്ന ഭാര്യമാരെയും മക്കളെയും നൽകണമേ. ഭാര്യമാര് നേരെ തിരിച്ച് ഭർത്താക്കന്മാരെയും മക്കളെയും നൽകണമേ. അല്ലാത്തൊരു അർത്ഥവത്തായിട്ടുള്ള വചനത്തിലൂടെയാണ് ആ ആയത്ത്, ആ ദുആ പോകുന്നത്.
മക്കൾ കൊണ്ട് കുടുങ്ങിയ രക്ഷിതാക്കളുടെ നാടാണ് നമ്മുടെ നാട്. രസമുണ്ടോ? വേറെണ്ടോ? നമ്മളിവിടെ ഇവിടെ അല്ല ഇത് പറയുന്നത്. മക്കളെ കൊണ്ട് കുടുങ്ങിയ നാട്, മക്കളെ കൊണ്ട് കുടുങ്ങിയ രക്ഷിതാക്കളുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അല്ലാഹു മക്കളില്ലാത്തവർക്ക് സ്വരിഹായ മക്കൾ നൽകട്ടെ. എന്താ ആമീൻ പറയല്ലോ. മക്കളില്ലാത്തവർക്ക് സ്വരിയ മക്കൾ നൽകട്ടെ. പ്രിയപ്പെട്ട ഉപ്പമാരെ കാക്കുമാരെ, ഓരോ സൗണ്ടിൽ പെണ്ണുങ്ങളായതുകൊണ്ടും എല്ലാം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആണുങ്ങളാ, നിങ്ങൾ സഹകരിച്ച് നന്നായിട്ട് ആമീൻ പറയാം. കേട്ടോ, ഒന്ന് ആക്റ്റീവ് ആകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മക്കളിൽ ഖൈർ പ്രദാനം ചെയ്യട്ടെ. സ്വാലിഹായ മക്കൾ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ദുആ പടച്ചറപ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അത് എല്ലാ കാലത്തേക്കുള്ളതാണ്. ഖുർആൻ എല്ലാ കാലത്തേക്കുള്ളതാണ്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പരിശുദ്ധമായ ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളത്. ഈ ദുആ ഏതുവരെ ഉണ്ടാവും? എല്ലാ കാലത്തേക്കുള്ളതാണ്. ഈ ദുആ നമ്മളൊരു ഭാഗത്ത് വെക്കുക. അതേപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലും ഹാപ്പി നൽകണേ എന്നുള്ള ദുആ ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് വരിക. ജനറേഷൻ ബീറ്റ, വേർഡ് ബീറ്റ ജനറേഷൻ എവിടെ ഉള്ളതെന്ന് ഇപ്പൊ നിലവില് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മള് ഇപ്പം ജീവിക്കുന്ന കാലഘട്ടം എന്നുള്ളത് ബീറ്റ ജനറേഷന്റെ കാലഘട്ടമാണ്. ബീറ്റ ജനറേഷനെ കുറിച്ച് അറിയാമെങ്കിലും അറിയുന്നവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്ത സന്തോഷം. ബീറ്റ ജനറേഷൻ, ആൽഫ ജനറേഷൻ ജസ്റ്റ് കഴിഞ്ഞു പോയി. 2025 1-ാം തീയതി, ജനുവരി 1-ാം തീയതി, അതായത് 2024 ഡിസംബർ 12 മണി കഴിഞ്ഞതിന് ശേഷം മിസോറാമിലെ ഐസ്വാളിൽ ജനിച്ച ഒരു കുട്ടി 12 മിനിറ്റും 3 സെക്കൻഡും ആദ്യത്തെ കുട്ടിയാണ് ബീറ്റ ജനറേഷനിലെ ഇന്ത്യയിലെ ആദ്യത്തെ കുട്ടി. അതായത് ഡിസംബർ 24 2025 ജനുവരിയിലേക്ക് കടന്നതോടുകൂടി നമ്മുടെ ജനറേഷൻ ബീറ്റയായി മാറിയിട്ടുണ്ട്. നോട്ട് നിരോധിച്ച മാറിയല്ല, ജനറേഷൻ ബീറ്റയായി മാറിയിട്ടുണ്ട്. എന്താ ജനറേഷൻ ബീറ്റയുടെയും ആൽഫയുടെയും അതുപോലെ തന്നെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ ജനറേഷന്റെ അവസ്ഥ ആലോചിക്കാൻ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ചെറുപ്പകാലം, നമ്മളുടെ ശേഷം വന്ന ആളുകളുടെ ചെറുപ്പകാലം, 2010 ശേഷം, ഞാൻ ഒന്നുകൂടി പറയുന്നു, 2010 ശേഷം ജനിച്ച കുട്ടികളെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ ചെറുപ്പകാലം, 2025 ശേഷം ജനിച്ച ആളുകൾ, അതായത് ഇപ്പൊ ഏകദേശം 6 മാസം ഒക്കെ വരുന്നുള്ളൂ. നമ്മൾ ചിന്തിക്കാനൊക്കെ ആവുന്നേ ഉള്ളൂ. ബീറ്റ ജനറേഷനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ സമയം ആവുന്നേ ഉള്ളൂ. അവരുടെ ചെറുപ്പകാലം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മള് കളിച്ച കളികൾ എന്തൊക്കെയാണ്? 2010 ശേഷം കുട്ടികൾ കളിക്കുന്ന കളികൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ച രീതി എങ്ങനെയൊക്കെയാണ്? 2010 ശേഷമുള്ള കുട്ടികൾ പഠിച്ച രീതി എങ്ങനെയൊക്കെയാണ്? നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലോ അല്ലെ? ആലോചിക്കുന്നുണ്ടോ? നമ്മൾ ഉമ്മയോടും ഉപ്പയോടും പെരുമാറിയത്, ഉസ്താദുമാരോടൊക്കെ പെരുമാറിയ രീതി എങ്ങനെയാണ്? ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ച് പോവുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ മക്കൾ ഉസ്താദുമാരെയും സ്കൂളിലെ ടീച്ചേഴ്സിനോടൊക്കെ പെരുമാറുന്ന രീതി എങ്ങനെയാണ്? നമ്മളൊരു ക്ലാസ് റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു? ക്ലാസ് ലീവാക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? മഗ്‌രിബ് നിസ്കാരത്തിന്റെ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്താൽ നമ്മൾ എന്താണ് ചെയ്യാറുണ്ടായിരുന്നത്? ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ ഉറങ്ങാനുള്ള സമയം, നമ്മൾ ഇപ്പോൾ കേട്ടോ, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഉറങ്ങാനുള്ള സമയം എപ്പോഴാണ്? എണീക്കാനുള്ള സമയം എപ്പോഴാണ്? ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ, നമ്മൾ അന്ന് കഴിച്ച ഭക്ഷണം, നമുക്ക് ഏറ്റവും സ്വാദിഷ്ടമായ, നമുക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം, ഞാൻ ഒരു പോയിന്റിൽ മാത്രം നിൽക്കാത്തത്, വ്യത്യസ്തമായ ഏജിലുള്ള ആൾക്കാരുണ്ട്. എന്റെ കുട്ടിക്കാലമാവൂല ഇവരുടെ കുട്ടിക്കാലം, ഇവരുടെ കുട്ടിക്കാലമാവൂല നിങ്ങളുടെ കുട്ടിക്കാലം. യെസ്, അതല്ലേ? മാറ്റങ്ങളുണ്ട്. ലോകം വികസിക്കുന്നതനുസരിച്ച് നമ്മുടെ രാജ്യം വികസിക്കാം, നമ്മുടെ രാജ്യം വികസിക്കുന്നതനുസരിച്ച് നമ്മുടെ നാട് വികസിക്കാം, നമ്മുടെ സംസ്ഥാനം വികസിക്കാം, നമ്മുടെ സംസ്ഥാനം വികസിക്കുന്നതനുസരിച്ച് നമ്മുടെ നാടും നമ്മുടെ വീടും ഒക്കെ വികസിക്കുകയാണ്. മാറ്റങ്ങൾ ഉണ്ടാകും. ആ വികസനം ഒരുപക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കാം,
നെഗറ്റീവായിട്ടുള്ളതായിരിക്കും. ഗുണമുള്ളതും ഉണ്ടായിരിക്കാം, ദോഷങ്ങളുള്ളതും ഉണ്ടായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കി നമ്മുടെ ജനറേഷന്റെ അവസ്ഥകളെ കുറിച്ച്. എനിക്കറിയാം, കുട്ടിക്കാലത്തെ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ടി വി ഒന്നുമില്ല, സൗണ്ട് കുറച്ച് പറയും. എൻ്റെ വീട്ടിൽ ടി വി ഒന്നുമില്ല. ഞാനൊരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളും ഞാനും ഏകദേശം ഒരേ വൈബുകാരായിരിക്കും. ശക്തിമാൻ എന്ന് പറയുന്ന ഒരു സീരിയൽ ഇങ്ങനെ ചിരിക്കുന്നത്, ശക്തിമാൻ എന്ന് പറഞ്ഞാണ്ട് സീരിയൽ ഇറങ്ങുന്ന സമയത്താണ്. സ്കൂളിൽ പോയാലും മദ്രസയിൽ പോയാലും കുട്ടികൾക്കിടയിൽ കേൾക്കുന്ന ശബ്ദത്താണ് ഞാൻ ശക്തിമാനാ എന്ന് പറഞ്ഞാണ്ട് അല്ലെ, അങ്ങനെ ഒരു കാലത്ത്. അപ്പൊ എനിക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, എത്ര ഈ ശക്തിമാൻ കാണുന്നത്. അങ്ങനെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഗോപാലേട്ടന്റെ വീടുണ്ട്. അവിടെ ഞാൻ പള്ളിയിൽ പോവാണ്ടോ എന്ന് പറഞ്ഞാണ്ട് പള്ളിക്ക് ഇതിലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് പള്ളി കഴിഞ്ഞ് ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ ഞങ്ങൾ വീടിന്റെ അടുത്ത് കുളമുണ്ട്, കുളത്തിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയിട്ട് എന്റെ വീട് നിൽക്കുമ്പോഴാണെങ്കിൽ ഈ വീടിന്റെ ബാക്കിലാണ് ഗോപാലേട്ടന്റെ വീട്. ഇതിൽ ഇങ്ങനെ പോയിട്ട് കറങ്ങിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഞാൻ വീട്ടിലേക്ക് കയറിയ രംഗം എനിക്കിപ്പോഴും മനസ്സിലുണ്ട്. ഞാൻ അടി കിട്ടിയ കേസായതുകൊണ്ട് മനസ്സിൽ മാറിയില്ല. ഞാൻ വീടിന്റെ ബാക്കിൽ കൂടെ, ഗോപാലേട്ടന്റെ വീടിന്റെ ബാക്കിൽ കൂടെ നായ്ക്കളുടെ വീടാ, ബാക്കിൽ കൂടെ പോയിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ വലിയ സാഹസികമായിരുന്നു. ഞാൻ അങ്ങനെ വീടിന്റെ ബാക്കിൽ കൂടെ അടുക്കളയിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു ഡൈനിങ് ഹാളിൽ ടി വി വെച്ചിട്ടുണ്ട്. ആ ടി വിന്റെ മുന്നിൽ നിരത്തി ചമ്രം മുടക്കി ഇങ്ങനെ ഇരിക്കുന്നു. ശക്തിമാൻ കാണാണ്ട് നോക്കിയപ്പോ നമ്മുടെ അയൽവാസികളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇരുന്ന് സമയം പോയത് അറിയില്ല. അങ്ങനെ കണ്ടിരുന്ന് അസർ നിസ്കരിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നത് എന്നെ കാണാഞ്ഞിട്ട് ഉമ്മ അന്വേഷണം നടന്നു തുടങ്ങി. വാപ്പനെ പറഞ്ഞു, വാപ്പറിന് ഇവിടക്കൊന്ന് അങ്ങാടിക്കൊന്നും വന്നിട്ടായിരുന്നു. അങ്ങനെ ഉമ്മക്ക് തോന്നി, എന്തായാലും ഉമ്മാന്റെ മോനല്ലേ, ഉമ്മക്ക് തോന്നി ചിലപ്പോ നിങ്ങളൊക്കെ പോയിണ്ടാവും, ഒന്ന് പോയോക്കട്ടെ. അങ്ങനെ ഗോപാലേട്ടന്റെ വീട്ടിലേക്ക് അന്വേഷിക്കാൻ വേണ്ടി വന്ന് എന്ന് അറിഞ്ഞത് മുതൽ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശങ്കയും ഒരു ബേജാറും ഒരു വെത്തപ്പാടും. ഞാൻ അപ്പം തന്നെ നിരോധിച്ചുകൊണ്ട് നിന്നില്ല. അടി കിട്ടി, അവിടെ നിന്ന് പേരേക്ക് കിട്ടുന്ന എത്തുന്ന വരെ അടി കിട്ടി. ഞാനത് കൊണ്ടിരുന്ന നിൽക്കേ. അപ്പൊ ഗോപാലേട്ടന്റെ ഭാര്യ തങ്കേച്ചുണ്ട്, എന്തിനാ ടി വി കണ്ടേനല്ലേ സൂര്യ, ഇങ്ങനെയൊക്കെ അടിക്കുക, പാവല്ലേ കുട്ടി, സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ ഉമ്മ അടിച്ച് മദ്രസയിൽ പോയിട്ടാണ് പഠിക്കണേ. നോക്കി നിങ്ങൾ, ഈ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ പോകണമെന്ന് അറിയോ, മക്കളെ നന്നായി ടി വി കാണിക്കണം എന്നുള്ള വിഷയത്തിന്. മദ്രസയിൽ ഉസ്താദ് പറഞ്ഞതെന്താ, ടി വി കാണൽ ഹറാമാണ്. നമ്മുടെ സമസ്തയുടെ അഭിനന്ദനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് പത്രി തിരിച്ചു വന്ന ആൾക്കാർ ചോദിച്ച പത്രം ഇങ്ങനെയായിരുന്നു, ടി വി കാണല് ഹറാമാണോ ഹലാലാണോ? അർത്ഥശങ്കക്കിടയില്ലാതെ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് ഹറാമാണ്, അത് നരകത്തിലേക്കാ പോവുക. പക്ഷെ 2025 ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയണം നിങ്ങളോട്, ഒരുപാട് ഉപകാരമുള്ള സാധനമാണത്, നിങ്ങൾ കൺട്രോൾ ചെയ്തോ. അതോടൊപ്പം തന്നെ കണ്ണിയത്ത് ഉസ്താദിനെയോ ഉസ്താദുമാരെയോ ചെറുതാക്കലുടെ മനസ്സിലാക്കുന്ന പോയിന്റ്, നിങ്ങൾ ചിന്തിക്കുന്ന പോയിന്റ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പടയ്ക്കുന്ന എല്ലാ സാധനങ്ങളും മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മള് രക്ഷിതാക്കള് പലപ്പോഴും ഈ ടി വി ഇറങ്ങിയത് മുതൽ, അല്ലെങ്കിൽ ഫോൺ ഇറങ്ങിയത് മുതൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇറങ്ങിയത് മുതൽ, ഫേസ്ബുക്ക് കുട്ടികൾക്കും ഉണ്ടാവില്ല, മുതിർന്ന നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. ഫേസ്ബുക്ക് ഇറങ്ങിയത് മുതൽ, അല്ലെങ്കിൽ ഫ്രീ ഫയർ ഇറങ്ങിയത് മുതൽ, അല്ലെങ്കിൽ പബ്ജി കിട്ടിയത് മുതൽ, ഐഫോൺ കിട്ടിയത് മുതൽ, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കിട്ടിയത് മുതൽ ഈ കുട്ടി അയിമ തന്നെ എന്ന് പറഞ്ഞാൽ പണ്ടാറെന്ന് പറയുന്ന ആൾക്കാർ, ഇത് കണ്ടുപിടിച്ച ആൾക്കാരെ തലയിൽ ഇടുത്തി വീഴ്ത്തെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഗൗരവമായ കാര്യം എന്ന് വെച്ചാൽ, അള്ളാഹുവാണ് നമ്മളെ പടച്ചത്. സകല ചരാചരങ്ങളെയും സകല വസ്തുക്കളെയും പടയ്ക്കുന്നത് അള്ളാഹുവാണ്. അതല്ലേ, വിശ്വാസനല്ലേ? ഒന്നും അള്ളാഹു മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് പഠിക്കുന്നതല്ല. എങ്ങനെ പണ്ടാറടങ്ങി പോട്ടെ എന്ന് പറയണ്ട. ഒരു വസ്തുവും ഒരു കണ്ടെത്തലുകളും ഒരു കാഴ്ചപ്പാടും അള്ളാഹു ഒരാൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല. ഇന്നല്ലാഹ യുരീദു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്കും ഒരു സൃഷ്ടിജാലങ്ങൾക്കും അള്ളാഹു പ്രയാസം ഉദ്ദേശിക്കുന്നേയില്ല.
പിന്നെ എപ്പോഴാ അത് പ്രയാസമാവുക, എപ്പോഴാ അത് എളുപ്പമാവുക? ഇതിന്റെ ഉപയോഗ രീതിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഇത് എളുപ്പമാവുക, ഇത് പ്രയാസമാവുക. കണ്ണിദുസ്തൻ എന്ന് പറഞ്ഞ വാക്കുകള് അന്ന് ടി വി കൊണ്ട് സീരിയൽ കാണാനും സിനിമ കാണാനും മാത്രമേ ഉപയോഗം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ടി വി കൊണ്ട് സിനിമ കാണാനും സീരിയൽ കാണാനും ഹറാമായ കാര്യങ്ങൾ കാണാനും വേണ്ടി മാത്രം ഉപയോഗം ഉണ്ടായിരുന്നുള്ളൂ. ലോകം വികസിച്ചു വികസിച്ച് 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 ഇന്നിപ്പോ പരിശുദ്ധ ഖുർആൻ അതിലുണ്ട്, ഹദീസ് ഉണ്ട്. ഇന്നൊരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇസ്ലാമിനെ കുറിച്ചോ ദീനിനെ കുറിച്ചോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. ഒരു രസകരമായ സംഭവം കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയാണ്. നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമസ്ത കേരള ഇസ്ലാമ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നമുക്കൊരു സ്കൂളിന് ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എറണാകുളത്തുള്ള ഒരു NIOSന്റെ ഓഫീസിലേക്ക് പോയി. അവിടെയുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനായി മക്കളെ +2 വരെ ഇടങ്ങേറായിട്ട് പഠിപ്പിക്കണേ? അവരെ വെറുതെ വിട്ടാളി. +2 കളിച്ച് നടക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനങ്ങളായിട്ട് ഒരു പോട്ടെ. +2 എത്തുമ്പോൾ അവരൊന്ന് ജസ്റ്റ് എക്സാം എഴുതട്ടെ, എക്സാം പാസ്സാവട്ടെ. 1 മുതൽ അല്ലെങ്കിൽ LKG മുതൽ +2 വരെയുള്ള സർട്ടിഫിക്കറ്റ് അവർക്കായി. ഈ 12 വർഷം അല്ലെങ്കിൽ LKG കൂടി ഉണ്ടെങ്കിൽ ഈ 14 വർഷം ഈ കുട്ടികൾക്ക് വലിയ വർഷമാണ്. ഈ വർഷം കുട്ടികൾ അവരുടെ കഴിവുകൾക്കനുസരിച്ച് മാതാപിതാക്കൾ അടുത്ത് നിന്നുകൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിക്കട്ടെ. എന്തിങ്ങനെ നമ്മൾ പഠിച്ച പാട്ടന്റെ പിരിപിരി പഠിക്കണത് എന്തിനാന്ന് ഇപ്പൊ നമ്മളോട് ഒരു CEO പോസ്റ്റിൽ ഇരുന്നാണ് ചോദിച്ചത് ചോദ്യം. ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് വട്ടം ഏതാണോ? ഞങ്ങൾ പോയത് എന്തിനാ? LKG മുതൽ +2 വരെയുള്ള സ്കൂളുകൾക്ക് അംഗീകാരം തരട്ടോ സാറേ എന്ന് ചോദിച്ചാൽ നിവേദനം കൊടുക്കാൻ വേണ്ടി പോയതാ, അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പോയതാ. ഞങ്ങൾ കേട്ട മറുപടി എന്താ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു പറക്കട്ടെ, ആകാശം ഉയരെയുണ്ട്, ആ ഉയരെയുള്ള ആകാശത്തിൽ ഇങ്ങനെ അനന്തമായ ആകാശത്തിൽ അവരിങ്ങനെ പറക്കട്ടെ എന്നുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു. അതിന് കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്, മദ്രസയിൽ പോകുന്ന അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ അറിവ് കിട്ടാനൊന്നും സ്കൂളിന്റെയും മദ്രസയുടെയും ഒന്നും ആവശ്യമില്ല. ഉണ്ടോ? അത് തുറന്നു പറയാത്തത് ഉണ്ടോ? ഇല്ലേ? ഹലോ, നിങ്ങൾ കേൾക്കണില്ലേ? അറിവ് കിട്ടാൻ മദ്രസയുടെയും സ്കൂളിന്റെയും ആവശ്യമുണ്ടോ? എന്താ? അറിവ് കിട്ടാൻ മദ്രസയിലെ സ്കൂളിന് ആവശ്യമില്ല. ജസ്റ്റ് ChatGPT ഉണ്ട്. നമുക്ക് എന്താ അറിയണ്ടേ? പഠിച്ചവനെ കുറിച്ച് അറിയണോ? ജസ്റ്റ് ChatGPT തട്ടിക്ക, ആരാ പഠിച്ചോൻ? മലയാളത്തിലാണ് വരും. ഇംഗ്ലീഷ് അറിയുന്നത് ആരാ പഠിച്ചോൻ? ഹൂ ഇസ് ദ ഗോഡ്? ഇംഗ്ലീഷിൽ വരും. അറബിയിൽ മൻ ഖാലിഖ്, മൻ ഹുവ ഖാലിഖ്. ഇത് കിട്ടും, കൃത്യമായിട്ട് കിട്ടും. ഈ വ്യത്യസ്തമായി നമുക്ക് മദ്രസയിൽ പോയാൽ സ്കൂളിൽ പോയാൽ ഒരു ടീച്ചറിന്റെ ഒരു ഉസ്താദിന്റെ ക്ലാസ്സേ കിട്ടുള്ളൂ. നമ്മളൊന്ന് തുറന്നു നോക്കുമ്പോ അമേരിക്കയിലുള്ള സാറ്, ലണ്ടനിലുള്ള സാറ്, UK-യിലല്ലേ ഏത് പ്രൊഫസറാ ഇനി അവരോട് നേരിട്ട് സംസാരിക്കണോ? അതൊക്കെ കിട്ടും. എല്ലാ ഇൻഫർമേഷൻ എന്നുള്ള സാധനം, അറിവ് എന്നുള്ള സാധനം നമുക്ക് കിട്ടാൻ സ്ഥാപനം എടുത്തുക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്തേക്കോ ഒന്നും പോകേണ്ടതില്ല. പക്ഷെ തിരിച്ചറിവ് കിട്ടാൻ, അറിവല്ല തിരിച്ചറിവ് കിട്ടാൻ, കിട്ടുന്ന അറിവ് അത് മോറലായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള വിദ്യയായി കിട്ടാൻ നമുക്ക് ഉസ്താദുമാരുടെ അടുത്തേക്ക് പോകണം, ടീച്ചർമാരുടെ അടുത്തേക്ക് പോകണം എന്നുള്ളതാണ് വ്യത്യാസം. അതല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ കൂടുതൽ പെണ്ണുങ്ങളായതൊരു ചോദിക്കറിയാണ്, നമുക്കൊരു നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. നമ്മൾ ഇതുവരെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. ഇരിക്കേണ്ട ഓരോരുത്തർ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നല്ല ആഗ്രഹം, സാധനങ്ങളൊക്കെ ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ഷെഫായിട്ടുള്ള ഷെഫുകളുടെ അടുത്ത് പോവോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യാ? വേഗം ഒന്ന് കുത്തി വെക്കും, എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. അപ്പോഴോ ഇഷ്ടംപോലെ വരുന്നു, വെറൈറ്റി ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും, വീഡിയോ ഉണ്ടോ, ഓഡിയോ ഉണ്ടോ, ഒക്കെ ഉണ്ടാവും, കൃത്യമായിട്ട് ഉണ്ടാവില്ലേ? നമ്മൾ വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മൾ ഉണ്ടാക്കും, സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കും. എന്റെ കണ്ടന്റ് അതല്ല, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചതാണ്. നമുക്ക് ഇന്ന് പടച്ചുറപ്പ് സംവിധാനിച്ച ഏറ്റവും നല്ല ഒരു സംവിധാനമാണ് സൈബർ യുഗം എന്നുള്ളത്. സൈബർ യുഗം. ഈ സൈബർ യുഗത്തിന്
ജീവിക്കുന്ന ആളുകൾ ബീറ്റ ജനറേഷന്റെ പ്രത്യേകത ഇവരെ കുറിച്ച് പഠിക്കുന്നേ ഉള്ളൂ. 2025 ജനുവരി 1 മുതലാണ് ഇവരുടെ കാലഘട്ടം തുടങ്ങിയിട്ടുള്ളത്, 2039 വരെ. ഈ ഇവരുടെ മക്കളുടെ പ്രത്യേകത, അതുപോലെ തന്നെ അൽഫ ജനറേഷൻ 2019. ഈ മക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ബീറ്റ ജനറേഷൻ മക്കൾ എങ്ങനെയായിരിക്കുമെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, അതിനെ കുറിച്ച് പഠിക്കുന്നുള്ളൂ. പക്ഷേ ആൽഫ ജനറേഷൻ ആണെങ്കിലും ബീറ്റ ജനറേഷൻ ആണെങ്കിലും ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഐഡന്റിഫൈ ചെയ്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവർക്ക് അറ്റൻഷൻ സ്കില്ല് കുറവായിരിക്കും. നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ ഒരു ക്ലാസ് കേട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളൊക്കെ ക്ലാസ് കേട്ടിരുന്നെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 മിനിറ്റുള്ള ഒരു പീരീഡ് നമ്മൾ ഇരുന്ന ബെഞ്ചിൽ കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുകയും നോട്ട് എഴുതുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു മിനിറ്റ് പോലും നമ്മുടെ മക്കൾക്ക് അറ്റൻഷൻ ചെയ്യാൻ കഴിയുന്നില്ല, ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അറ്റൻഷൻ സ്കിൽസ് കുറവായിരിക്കും. നോക്കി നിങ്ങൾ, നമ്മളൊരു കുട്ടിയോട് ഒരു കാര്യം പറയാൻ ചെന്ന് പറയുമ്പോൾ നമ്മളിത് പറയണ്ടോ ഓലിങ്ങനെ, അപ്പൊ എടാ കേൾക്കട്ടോ 2-3 വട്ടം ചോദിച്ചാൽ ആന്നൊക്കെ പറയുള്ളൂ. മദ്രസ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലാണെങ്കിൽ നമ്മളൊന്ന് മാത്രം ഇങ്ങനെ ഇരിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ ഇവരങ്ങനല്ലേ, ഇവര് മൾട്ടി ടാസ്ക് ആയിരിക്കും. അവിടെ തുപ്പുണ്ടാവും, ഇവിടെ തുപ്പുണ്ടാവും, പായുണ്ടാവും, ഓടുണ്ടാവും, അല്ലെ? ഉസ്താദിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിന്റെ കുപ്പായത്തിലും പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ മൾട്ടി ടാസ്ക് ആയിരിക്കും. മൾട്ടി ടാസ്ക് അതൊരു കുറ്റല്ല ജനറേഷൻ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, നമ്മൾ കുഞ്ഞുനാളിൽ ശീലിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട അസുഖമാണ്, കുട്ടി ഉറങ്ങാൻ വേണ്ടി ഫോണ് കൊടുക്കും, കുട്ടി കഴിക്കാൻ വേണ്ടി ഫോണ് കൊടുക്കും. അടുക്കളയിൽ നമുക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുട്ടി അടങ്ങി നിൽക്കണം. കൊടുക്കും മോനെ, എന്താ ചെയ്തോ, തുടങ്ങുമോന് ഒരു മൂലക്കൽ ഇങ്ങനെ ഇരുന്നാണ്ട്, അങ്ങനല്ലേ? കരച്ചില് മാറ്റാൻ വേണ്ടി കൊടുക്കും ഫോൺ. എന്റെ പെങ്ങളെ കുട്ടി 3 വയസ്സായിട്ടുള്ളൂ. ഞാൻ വീട്ടിൽ വന്നപ്പോ കണ്ട കാഴ്ച, പെങ്ങളെ കുട്ടി ഭക്ഷണം കഴിക്കണം ഓള് പറഞ്ഞാ നമുക്ക് ചോറ് വേണം, കറി വേണം എന്നല്ല, അവൾക്ക് അവകള് വേണം. മോള് പറയണ അവള് വേണം. ഞാൻ ചോദിച്ചു എന്താ വിഷയം? അപ്പൊ അത് ഇസ്ലാം കാര്യം 5 പാടില്ലല്ലോ. അവകൾ അറിയൽ, അതാണ് ആ കുട്ടി ക്യാച്ച് ചെയ്ത വാക്ക് അവ. 3 വയസ്സല്ലേ, അവകൾ എന്നാ. അപ്പൊ അവള് വേണമെന്ന്. അവ ഉമ്മ എന്ത് ചെയ്യും? ഫോണിങ്ങനെ കൊടുക്കും. അത് കിട്ടിയാലേ കുട്ടി ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ ഞാനിപ്പോ എന്റെ പെങ്ങളോട് തകർന്ന് പറയുന്നത് അത് ശരിയല്ല. സംഗതി ശീലിപ്പിച്ചിട്ടുണ്ട്, മെല്ലെ മാറ്റിക്ക് വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ പ്രയാസമാണ്. ഇന്നത്തെ ജനറേഷൻ അതിന്റെ പിന്നിൽ അഡിക്റ്റ് ആയി പോയി വരും. അതൊരു ലഹരിയായിട്ട് മാറുകയാണ്. വേറൊരു കാരണം, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു മൂത്താപ്പ, എന്റെ കുടുംബത്തിലുണ്ട്. അവര് എന്നോട് ഷെയർ ചെയ്ത ഒരു രസകരമായ ഒരു സംഭവം പറയട്ടെ, ഇതുമായി ബന്ധപ്പെടുത്തിട്ട്. സൗദിയിലൊക്കെ നിങ്ങൾക്ക് സൗദി ആൾക്കാരുണ്ടാവുമല്ലോ അല്ലെ? സൗദിയിലൊക്കെ അറബികൾ ഭക്ഷണം കഴിക്കാവുന്ന ബേജാറാ പറ്റും. കാരണം ജസ്റ്റ് ഒരു ഉപ്പ് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫുഡിന്റെ എന്തെങ്കിലും ഒരു സാധനം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തൊള്ള തോന്നി വിളിച്ചൊരു അടിപിടിയൊക്കെ ഉണ്ടാക്കും. നമ്മളിത് കേട്ടിങ്ങനെ നിൽക്കേണ്ടി വരും. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാരെ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് സാഹസികപ്പെട്ട ചില ആൾക്കാർക്ക് ജോലിയാണ്. പ്രത്യേകിച്ച് ഫുഡ് ഏരിയയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. 35 കൊല്ലം അവിടെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു വരിക, ഫുഡ് ഓർഡർ ചെയ്യുക, ഒരു കഴിക്കാൻ പോവുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതിനുള്ള കാരണം പറഞ്ഞത്, അവര് വരുമ്പം അവരെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും. ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ സാധനം ഓർഡർ ചെയ്യും, ഇതിലിങ്ങനെ സ്ക്രോൾ ചെയ്യും, സാധനം വരുന്നു, തിന്നുന്നു, ഓരോ ഭാഗത്ത് കൈകൊണ്ട് തിന്നു, ഒരുപാട് സ്ക്രോൾ ചെയ്യുന്നു, അങ്ങനെ ഭക്ഷണം കഴിച്ച് പോകുന്നു. ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് പോലും ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ. നമ്മുടെ കാര്യം നോക്കിയാൽ നമ്മൾ അത്രയൊന്നും വന്നിട്ടുണ്ടാവില്ല. നമ്മുടെ കാര്യം നോക്കിയാൽ നമ്മൾ ഹോട്ടലിൽ പോയാലും നമ്മൾ പാർട്ടിക്ക് പോയാലും രണ്ടാൾക്കൊരു വർത്താനം പറയും, കുറച്ച് സമയം വർത്താനം പറയും, പിന്നെ നമ്മളിങ്ങനെ ഇതുപോലെ ഫോണ് ഞാനുൾപ്പെടെ എല്ലാം. കാരണം ഇതൊരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു നിർണായക ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ആളുകൾ, നമ്മളൊരു എന്ത് ആവശ്യത്തിന് വേണ്ടി ആരും അന്വേഷിച്ച് പോയി നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരും തേടിപ്പോയി. അപ്പൊ അയാൾ വരാൻ വൈകും എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോസ്റ്റ് ചെയ്യും അല്ലെ, നമ്മളവിടെ വെറുതെ. അപ്പൊ നമ്മളൊക്കെ ഒരു ഫോണും കൂടി ഇല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. ഇപ്പൊ ഇങ്ങനെ ഒരു കല്യാണത്തിന് പോയി, നമ്മളെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലാണ് കല്യാണപ്പരാണ്. അപ്പൊ ഓരോ അതിന്റെ ഹാളിലേക്ക് വന്നാൽ വീട്ടിലേക്ക് എത്തില്ല, ഓരോ ലോകത്തേക്കാണ് പോകും. നമ്മൾ പോസ്റ്റ് ചെയ്യും, നമ്മൾ ഭക്ഷണം കഴിക്കും, 2-3 വർഷം എന്തൊക്കെ സുഖം, അങ്ങനെ ചിരി ഒരു എന്താ പറയുക, ഒരു റെഡിമെയ്ഡ് ആയിട്ട് ചിരിച്ചാണ് നമ്മൾ. പിന്നെ നമ്മൾ ബാക്കി സമയം നമ്മളെ ചെലവഴിക്കുക അങ്ങനല്ലേ. അപ്പൊ ഈ കാലഘട്ടം സ്മാർട്ട് ഫോണുകളുടെയും അതുപോലെ തന്നെ ഡിജിറ്റൽ ലോകത്തൊക്കെയാണ്
ഈ കാലഘട്ടം നിലനിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരാളെന്ന് മനസ്സിലാക്കണം. അറിയില്ലേ ഇയാളിപ്പോ എന്താ ചെയ്യാൻ പോലോ? ഇയാളെ കുറിച്ച് അറിയാൻ ജസ്റ്റ് പറയാം. ഇയാളടുത്ത് സ്പേസ് എക്സ് എന്ന് പറയുന്ന, അതായത് പിന്നെ ചൊവ്വയിലേക്ക് മറ്റൊക്കെ പോകുന്ന ഒരു പ്രൈവറ്റ് സ്പേസ് എക്സ് എന്ന കമ്പനിയുടെ മുതലാളിയാണ്. സൗത്ത് ആഫ്രിക്കക്കാരനാണ്, വലിയ. ഇപ്പൊ ട്രംപ് ഭരണത്തിൽ കയറാൻ വേണ്ടി പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു വ്യക്തി, സ്വാധീനിച്ച വ്യക്തി ഇയാളാണ്. പിന്നെ അതേപോലെ ഇയാൾക്ക് ടെസ്ല കാറുകളെ കുറിച്ച് വിടുന്നത്, ടെസ്ല കാറുകൾ ഏറ്റവും വില പിടിപ്പുള്ള കാറുകൾ, ഈ കാറുകളുടെ മുതലാളിയാണ്. അതിനൊക്കെ അപ്പുറത്ത് ഇയാളൊരു ന്യൂറോ ലിങ്ക് എന്ന് പറയുന്ന പുതിയൊരു സ്ഥാപനത്തിന്റെ മുതലാളി കൂടിയാണ്. ഈ ന്യൂറോ ലിങ്കിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നാണ്. അതായത് നമ്മൾ റോബോട്ട്സിനെ കുറിച്ച് കേട്ടില്ലേ? റോബോട്ട്സ് അല്ലെ, മനുഷ്യന്മാർക്ക് സമാനമായിട്ടുള്ള, മനുഷ്യന്മാരെ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ 2035 ശേഷം ഓഫർ ചെയ്യുന്നത് 2035 ശേഷമൊക്കെ നമുക്ക് മറവി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുക, എന്നിട്ട് നമ്മളെ തലച്ചോറ് പൊളിക്കുക. തലച്ചോറ് പൊളിച്ച ഒരു ചിപ്പ്, ഏത് ഭാഗത്ത് മറവിയാണ് അസുഖമെങ്കിൽ മറവിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിപ്പ്, മറവി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിപ്പ് നമ്മുടെ തലച്ചോറിൽ കൂട്ടിക്കെട്ടും. എന്നിട്ട് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് വരും. നമുക്ക് മറവി ഉണ്ടാവില്ല, അത്ര മറവി ഉണ്ടാവില്ല. അത്ര നമുക്ക് കൂടുതൽ ആലോചിക്കാനുള്ള ശേഷി വേണം, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനുള്ള ശേഷി വേണം. പക്ഷെ പഠിക്കാൻ കഴിയുന്നില്ല, ഡോക്ടറെ കാണിക്കുക, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുക. AI ഹ്യൂമനോയിഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ന്യൂറോ ലിങ്ക് എന്ന് പറയുന്ന ഒരു സാധനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എലോൺ മസ്ക് എന്ന് പറയുന്ന ലോകം അറിയപ്പെട്ട ഏറ്റവും വലിയ കുടീശ്വരനെ. നിങ്ങൾ പാരഗൺ ഹോട്ടലിനെ കുറിച്ച് കേട്ടോ? കോഴിക്കോടുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? ആണുങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഈ പാരഗൺ ഹോട്ടൽ, നമ്മൾ CH ഓവർ ബ്രിഡ്ജിന്റെ താഴെയുള്ള പാരഗൺ ഹോട്ടൽ. ഈ പാരഗൺ ഹോട്ടൽ സാധാരണ ഒരു ഹോട്ടലല്ല, അത് ഇത്ര വേൾഡിൽ അറിയപ്പെട്ട ഒരു ഹോട്ടലാണ്. ഞാൻ അതിന്റെ ബ്രാൻഡിങ്ങിന് വേണ്ടി പറയല്ല, ഞാനിട്ട് ബന്ധമില്ല. അത് വേൾഡിൽ അറിയപ്പെട്ട, പിന്നെ ലോകത്ത് അറിയപ്പെട്ട ഹോട്ടലുടെ എണ്ണത്തിൽ പെട്ടതാണ് ഈ പാരഗൺ ഹോട്ടൽ. ഈ പാരഗൺ ഹോട്ടൽ ഇപ്പൊ ചെയ്യുന്ന പണി എന്താ പറയുക? ചൊവ്വയിൽ പോകുന്ന ആളുകൾക്ക് അവിടെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്താണ് എന്നുള്ള റിസർച്ച് നടക്കണം അവരെ ലാബിൽ. നമ്മള് കോഴിക്കോടുള്ള. അപ്പൊ ഇനി നമ്മളിപ്പോ കണ്ടിട്ടുള്ള ലോകമല്ല, ലോകം ഇന്നും ഞൊടിയിടകൾക്കിടയിൽ മാറുകയാണ്. ഈ മാറുന്ന ലോകത്ത് നമ്മളെ മക്കളെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ആലോചിച്ചു. എങ്ങനെ പഠിപ്പിക്കണം? നമ്മൾ പഠിച്ച രീതി എങ്ങനെയാണ്? നമ്മളെ മക്കളെ എങ്ങനെ പഠിപ്പിക്കാൻ? നമ്മൾ മക്കൾ എല്ലാവരും എല്ലാ ദിവസവും മദ്രസയിലേക്ക് പറഞ്ഞേക്കൂലേ? പറഞ്ഞേക്കുമ്പോ അവർ പഠിക്കാത്തതിന്റെ പേരിൽ സങ്കടപ്പെടേണ്ട. കാരണം പഠിക്കാൻ നമുക്ക് വേണ്ടി ഇവര് മദ്രസയിൽ നിന്ന് കിട്ടുന്ന ഒരു സംസ്കാരമുണ്ട്, പള്ളിയിൽ നിന്നും കിട്ടുന്ന ഒരു സംസ്കാരമുണ്ട്, സ്കൂളുകളിൽ നിന്നും കിട്ടുന്ന സംസ്കാരമുണ്ട്, വീടുകളിൽ നിന്നും കിട്ടുന്ന സംസ്കാരമുണ്ട്. ആ സംസ്കാരം നിങ്ങൾ പഠിപ്പിക്കുക. മാർക്ക് കുറഞ്ഞതിന്റെ പേര് പ്രയാസപ്പെടുത്തേണ്ട, അത് നമുക്ക് എടുക്കാൻ കഴിയും. കാരണം അന്ന് ക്ലാസ് എടുത്ത് ഉസ്താദ് അതേപോലെ തന്നെ ക്ലാസ് എടുത്ത് ഇപ്പോഴും എടുക്കും. അന്ന് ക്ലാസ് മിസ്സായി നമുക്ക് നഷ്ടമില്ല. സംവിധാനങ്ങളുണ്ട് നമുക്ക്. മദ്രസയിൽ പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് മദ്രസ ലേണിംഗ് മദ്രസകളുണ്ട്, സമസ്തയിൽ നടത്തുന്ന മദ്രസകളുണ്ട്. മദ്രസ പോകാൻ പറ്റാത്ത രാജ്യങ്ങളിലെ സ്ഥലങ്ങളിലെ മക്കൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു അധ്യാപകനെ വെച്ച് പഠിക്കുന്ന രീതിയാണ് ലേണിംഗ് മദ്രസ. അത് നടക്കുന്നുണ്ട്. അപ്പൊ ആ പഠനം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്ക വേണ്ട. പക്ഷേ ആ പഠനത്തിനോടൊപ്പം അറിവ് സമ്പാദിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള കഴിവ് മക്കൾക്ക് ഉണ്ടാകും. അതിനൊരു ഉദാഹരണങ്ങളിലൂടെ പറയാം. ഞാൻ മുത്തരീബായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേ ഞാൻ തൊട്ടപ്പുറത്തുള്ള നമ്മളെ കൊടിഞ്ഞി റേഞ്ചിലാണ്, തൊട്ടപ്പുറത്തെ ചെമ്പാടപ്പുറത്ത് കൊടിഞ്ഞി റേഞ്ചിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം ഞങ്ങൾ പങ്കുവെക്കുകയാണ്. നമ്മുടെ മദ്രസ പാഠപുസ്തകത്തിൽ 1 മുതൽ 4 വരെയുള്ള മദ്രസ പാഠപുസ്തകത്തിലൊക്കെ ഇപ്പൊ ഒരു QR കോഡ് ഉണ്ട്. കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? നമ്മളെ മക്കളുടെ പുസ്തകങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ കണ്ടോ? അല്ലേ? അതിൽ QR കോഡ് ഉണ്ട്. അതിൽ 1ാം ക്ലാസ്സിൽ ഒരു പാട്ടുണ്ട്, അദബുൽ ആ അജലുൽ ആ. പാടാൻ പറ്റുമോ? ഒരു പാട്ട് എനിക്ക് പാടാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പാടാതെ പറയുന്നത്. അദബുൽ ആ അജലുൽ ആ അമലുൽ ആ ആണ്. അദബുൽ ആ അജലുൽ ആ
അമലുൻ ആ ആ ആ ആ അങ്ങനെയല്ല പാടുക. വേറെ രീതി ചില കുട്ടികൾ പാടുന്ന രീതിയുണ്ട്. ആ പാട്ടുണ്ട്. ഇപ്പൊ ഈ പാട്ടിനെ കുറിച്ച് ഒരു രക്ഷിതാവ് ഉസ്താദിനോട് പറഞ്ഞ ഇവരും ആ ഉസ്താദ് എന്നോട് പറയാ, ഉമ്മ പറയാണ്, ഉസ്താദെ ഞാൻ അന്ന് ഒരു ദിവസം മോനെ ഞാൻ UKG ക്ലാസ് ചേർക്കാൻ വേണ്ടി പോയി. മോനെ ഞാൻ UKG ക്ലാസ് ചേർക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് ഡേ കുട്ടികളോട് പാടാൻ വേണ്ടി പറഞ്ഞു. അവൻ പാടിയ പാട്ട് അദബുൻ ആ എന്നുള്ള പാട്ടാണ്. അപ്പൊ അത് അത്ഭുതമില്ല. കാരണം ഇവൻ പാടുന്ന പാട്ട് ഇതുവരെ ഏതൊക്കെയോ സിനിമാ പാട്ടാ, ഏതൊക്കെയോ കേൾക്കുന്ന പാട്ടുകളാണ്. ഒരു സ്കൂളിൽ പോയപ്പോ മോൻ പാടിയ പാട്ട് മദ്രസയിൽ ഓന്റെ ഇക്കാക്ക പഠിക്കുന്ന പാട്ട് ഇക്കാക്ക ഇങ്ങനെ യൂട്യൂബിൽ കാണുമ്പോ അതല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് കാണുമ്പോ ഇതിങ്ങനെ കേട്ടിട്ട് ഇത് ക്യാച്ച് ചെയ്തിട്ട് കുട്ടി പാടാണ് അദബുൻ ആ അജലുൻ ആ അമലുൻ ആ ആ ആ ആ. ടീച്ചർമാരത് ചിരിച്ചല്ലോ. ഹിന്ദു ടീച്ചർമാരും ഹിന്ദുക്കളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ കൂളായിട്ട് പാടി. ഈ കുട്ടിയുടെ ഒരു മാനസാന്തരം, ഈ കുട്ടിയുടെ ഒരു മാറ്റം, കേൾക്കാൻ ഇമ്പമുള്ളത് മാത്രം പോരാ, അർത്ഥമുള്ളതും ആശയമുള്ളതുമായ പാട്ടുകൾ പാടട്ടെ എന്ന് കുട്ടികൾ പഠിക്കട്ടെ എന്ന രീതിയിലാണ് സമസ്ത സംവിധാനിച്ചിട്ടുള്ളത്. അതിന്റെ മാറ്റമാണ്. ഇനി നോക്കൂ, ഓരോ മദ്രസ ക്ലാസ്സിലും ഓരോ വിഷയങ്ങൾക്കും ഓരോ പ്രധാനപ്പെട്ട പാഠങ്ങളിൽ QR കോഡ് ഉണ്ട്. ഈ വർഷം മുതലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 മുതൽ 4 വരെ പുസ്തകം മാറിയിട്ടുണ്ട്. ഇല്ലേ? പുസ്തകം പറഞ്ഞിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. കുറച്ച് റേറ്റും കൂടും. കാരണം ഡിജിറ്റൽ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ റേറ്റും വ്യത്യാസം ഉണ്ടാവും. ഏതായാലും ഈ മറ്റൊരു പ്രത്യേകത ഉസ്താദുമാർക്കും എങ്ങനെ പഠിപ്പിക്കാമെന്നുള്ള ഹാൻഡ് ബുക്ക്, കൈപുസ്തകമുണ്ട്. ഓരോ ഉസ്താദിനും ഓരോ കൈപുസ്തകമുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പൊ ആ എന്നുള്ള അക്ഷരം എങ്ങനെ പഠിപ്പിക്കാമെന്നുള്ളത് കൃത്യമായിട്ട് നേരത്തെ എക്സ്പേർട്സ് ആയിട്ട് ആൾക്കാർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ്ങുകൾ, സ്കൂളുകളിൽ ട്രെയിനിങ്ങുകൾ ഉള്ളതുപോലെ തന്നെ മദ്രസകളിലും ട്രെയിനിങ്ങുകളും മോഡൽ ക്ലാസ്സുകളൊക്കെ നടക്കുകയാണ്. പക്ഷെ മദ്രസയിൽ അൽഹംദുലില്ലാഹ് ഇന്ന് ഡിജിറ്റൽ ക്ലാസ് റൂമിന്, സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. വലിയ സന്തോഷം തോന്നുകയാണ്. കാരണം ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞപ്പോ കൃത്യമായിട്ട് മക്കൾക്ക് ഇത് വേണം. കാരണം കാലഘട്ടം അങ്ങനെയാണ്. ഇന്ന് സ്കൂളിൽ പോകുമ്പോഴേ LKG പോകുമ്പോ കുട്ടിക്ക് സ്മാർട്ട് ക്ലാസ്, നല്ല TV-യിൽ നല്ല പാട്ടും നല്ല കളികളൊക്കെയാണ്. മദ്രസയിൽ ഉണങ്ങിയ മാതിരി അല്ലെ, ഒന്നുമില്ല. LKG പോയി UKG പോയി 2 വർഷം കഴിഞ്ഞിട്ട് 1-ാം ക്ലാസ് കഴിഞ്ഞു. മദ്രസ ശരിയല്ല, ഞാൻ മദ്രസ പോലും സ്കൂളിൽ പോയിക്കോളെ കുട്ടി പറയുന്നത് എന്തുകൊണ്ടാ? കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് സംവിധാനിച്ചിട്ടുണ്ട്. ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുമ്പോ കുട്ടി അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടാവുക, മദ്രസയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളുടെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച്, അവരുടെ മൈൻഡിനനുസരിച്ചിട്ട് നമ്മുടെ ഹലാലായ ചില മാറ്റങ്ങൾ മദ്രസയിലും സ്കൂളുകളിലൊക്കെ മാറ്റം വരുത്തുകയാണ്. അത് ഹലാലായ മാറ്റം. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്പിരിച്വൽ വാല്യൂസ് നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കണം എന്നുള്ളത്. കുട്ടി മൊബൈൽ ഉപയോഗിച്ചോട്ടെ, കുട്ടി TV കണ്ടോട്ടെ, കുട്ടി ഐഫോണിൽ ഗെയിം കളിച്ചോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ നമ്മുടെ സ്പിരിച്വൽ വാല്യൂസ് ഉണ്ട്. നമുക്കൊരു മതപരമായിട്ടുള്ള, ഒരു ആത്മീയപരമായിട്ടുള്ള മൂല്യമുണ്ട്. ആ മൂല്യത്തിന് ശോഷണം സംഭവിക്കാത്ത രീതിയിലാകണം. അതെങ്ങനെ? അതിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇതാണ് നിങ്ങൾ രക്ഷിതാക്കളായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് സ്പിരിച്വൽ വാല്യൂസ്. ഒന്ന് ശ്രദ്ധിക്കണേ, നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിലില്ല. നമ്മുടെ ജീവിതം കൊണ്ടാണ്, നമ്മളിങ്ങനെ കളിക്കുന്ന ജീവിതം കൊണ്ടാണ്. ഓരോ കാര്യം രക്ഷിതാക്കൾ മാത്രം സംസാരിച്ചുകൊണ്ട് കൃത്യമായിട്ടൊന്ന് ആലോചിച്ചു. ഒന്ന്, മൊബൈൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ TV കൊടുക്കുമ്പോൾ, കമ്പ്യൂട്ടർ അനുവദിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അവരുടെ മുമ്പിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും കൊടുക്കേണ്ടത്. നമ്മള് റൂമിനുള്ളിൽ കളിയാടെ പോയി കളിച്ചു പറഞ്ഞാൽ ഫോൺ കൊടുത്തിട്ട് വാതിലടിച്ചിട്ട് നമ്മൾ അടുക്കളയിലേക്ക് പോയി നിൽക്കരുത്. ഹലോ, ഈ മദ്രസയിലാണെങ്കിൽ ഇങ്ങനെ തന്നെ. മദ്രസ പുസ്തകം പറഞ്ഞപ്പോൾ ഞാൻ നല്ല പറയാം, മദ്രസ പുസ്തകം ചാടിക്കാൻ പോകണം, അപ്പോട്ട് കൊടുക്കാനുള്ള നാളെ TV. ഹലോ, കേൾക്കുന്നുണ്ടോ? മദ്രസ പുസ്തകം മീറ്റിങ്ങിന് പോവാണ്. അപ്പൊ കുട്ടികൾ അടങ്ങിയിരിക്കണം. എന്നാ പോലെ കണ്ടോ എന്നുള്ള ഇസ്ലാമിക് കാർട്ടൂൺ ഇട്ട് കൊടുക്കാനല്ല, പുസ്തകം മാത്രമല്ല നമ്മളും അല്ല. ഈ സാധനം ടീച്ചിങ് എയ്ഡ്സ് ആണ്. പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന സഹായകരമായുള്ള സാധനമാണ്.
പഠിക്കാൻ വേണ്ടി, അല്ലാണ്ട് എന്റർടൈൻമെന്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടി എവിടെയാണോ ഇരിക്കുന്നത്, ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തില്ലെങ്കിലും അകലെ നിന്ന് കുട്ടി എന്താണ് കാണുന്നത് എന്ന് നമുക്കറിയാൻ കഴിയണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ സാധനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ആവശ്യം എന്താണോ ആ ആവശ്യം നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ തന്നോടും. ഒരു ഉദാഹരണം, ഫുട്ബോളിനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന രക്ഷിതാക്കളാണെങ്കിൽ, ഫുട്ബോൾ അറിയേ, ഫുട്ബോളിനെ അതിനെ ക്രിസ്ത്യാനോ റൊണാൾഡോയോ അല്ലെങ്കിൽ മെസ്സിയോ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം തുടർച്ചയായിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ചു നോക്കുമ്പോൾ പിന്നെ നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്ന ഏത് എഞ്ചിൻ ആണെങ്കിലും ആ എഞ്ചിനിലൊക്കെ അതിനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ വന്നു നിൽക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ്, നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സാധനം നമ്മൾ ആവശ്യം എന്താണ് എന്നുള്ളത്, നമ്മുടെ തലച്ചോറ് എന്തിനോടാണ് താല്പര്യം എന്നുള്ളത് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ തുറക്കുമ്പോൾ തന്നെ അങ്ങനെ സാധനങ്ങൾ വരിക. യൂട്യൂബ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട പരസ്യം ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ ഏത് പരസ്യത്തിനോടാണ് നമുക്ക് താല്പര്യം, ആ പരസ്യത്തെ കുറിച്ച് കൂടുതൽ സമയം കണ്ട പരസ്യം ഏതാണെന്നുള്ളത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അതോടെ റെക്കോർഡിടാം. റട്ടീബും അതീതും റെക്കോർഡ് ചെയ്യണ്ടല്ലോ. നമ്മുടെ അമലുകളൊക്കെ ഒന്നും വിടാതെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേധാക്കന്മാർ അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഏതാണ്, ഏറ്റവും കൂടുതൽ കേട്ടത് ഏതാണ്, നമുക്ക് ഏത് ടേസ്റ്റാണ് ഉള്ളത്, ഏത് താല്പര്യമുള്ള സാധനങ്ങളെ വേണ്ടതെന്നൊക്കെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് റെക്കോർഡാണ്. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ വരും. നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് മകനോ മക്കൾക്കോ ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോൺ എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവളുടെയും അവന്റെയും താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില ആൾക്കാർ ഫോൺ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമയാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഇവന് സിനിമ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആളാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവന്റെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ദിവസം കഴിഞ്ഞ വർഷം ഉണ്ടായാലും അനുഭവം കൂടി പറയട്ടെ. ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോഴേ എന്നോട് ഒരു രക്ഷിതാവ് പറഞ്ഞത്, അതേമാതിരി സദസ്സിൽ അതൊരു സ്കൂളാണ്, ഒരു ഇസ്ലാമിക് സ്കൂളിലെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇതേ സമയത്ത് രക്ഷിതാവ് വലിയ സാറ് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഈ മൊബൈലിൽ സിനിമയെ വരുള്ളൂ സാർ പറഞ്ഞ മറുപടിയാണ്. അപ്പൊ അല്ല അങ്ങനല്ല, അല്ല അങ്ങനെ തന്നെ വാശി അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞ എന്താ കാരണം എന്ന് ചോദിച്ചു നോക്കുമ്പോ അത് പറഞ്ഞ എന്റെ ഫോൺ ഉപയോഗിക്കാൻ ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ ഞാൻ ഫോൺ എടുത്ത് യൂട്യൂബ് കൊടുത്ത് നോക്കുമ്പോൾ ഓരോ സിനിമന്റെ ഷോട്ടുകൾ മാത്രമാണ് ഉള്ളത്. ആ സംഭവം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് എന്തായാലും വരാനുള്ള കാരണം. ഹലോ, എന്താ വരാനുള്ള കാരണം? നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സെർച്ച് ചെയ്യുന്നതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇങ്ങനെ നിന്നുകൊടുക്കാൻ. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മുടെ മക്കള് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഒന്ന് നമ്മൾക്ക് കൂടി ആക്സസ് ആയിട്ട് നമ്മൾക്ക് കൂടി കയ്യെത്തുന്ന ദൂരത്തായിരിക്കണം ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ TV എന്നുള്ളത്, അല്ലെങ്കിൽ ഈ സ്മാർട്ട് സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ. രണ്ടാമത്തെ കാര്യം, കുട്ടികൾ ഇങ്ങനെ വലിയ ലോകത്തെ ജീവിക്കുന്നത്, കരന്റെ ഉള്ളിലാണെങ്കിൽ വലിയ ലോകത്തെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊടുക്കുകയാണ്, പുതിയ സാധനങ്ങൾ. അപ്പോ നന്മയില്ലാത്ത സാധനങ്ങളാണ് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സഹനത്തോടു കൂടി ബുദ്ധിപരമായിട്ട് അവരെ നന്മയുടെ ഭാഗത്തേക്ക് കാണിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കാണിച്ചു കൊടുക്കണം. ഉദാഹരണം കാർട്ടൂൺ. ഇതിൽ കാർട്ടൂൺ കാണുന്ന കുട്ടികളാണെങ്കിൽ കാർട്ടൂൺ ഏതെങ്കിലും കാർട്ടൂൺ കണ്ടാണ്ട് ഒരു മോറലായിട്ടുള്ള ഒരു സന്ദേശം നൽകാത്ത, മെസ്സേജ് നൽകാത്ത കാർട്ടൂൺ ആണെങ്കിൽ നമ്മൾ അവരെ മൈൻഡ് മാറ്റണം. നമ്മൾ നല്ലൊരു ഗൈഡായിട്ട് മാറണം. എല്ലാം എന്തെങ്കിലും കളിഞ്ചിരിക്കെ പറഞ്ഞാണ്ട് അതിനെക്കാട്ടി രസമുള്ള ഇതാണ് എന്ന് പറഞ്ഞിട്ട് 2-3 വട്ടങ്ങൾ പറയുമ്പോൾ കുട്ടി ശരിയാണ് അതെന്താ രസം പിന്നെ കണ്ടോളൂ. അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയണം. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് സ്പിരിച്വൽ വാല്യൂസ് നമ്മൾ നന്നായിട്ട് കുട്ടികൾക്ക് കൊടുക്കണം. സ്പിരിച്വൽ വാല്യൂസ് പല രീതിയിൽ അതിനുള്ളൊരു പ്രധാനപ്പെട്ട ഘടകം. അത് നമ്മുടെ വീട്ടില് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, ഫോൺ നോക്കിക്കുമ്പോഴാണ് നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാർ വരുന്ന വീട്ടിലേക്ക് വരുന്നത്. വലിയപ്പ നമ്മളിപ്പ ആവട്ടെ, കുട്ടിന്റെ വലിയപ്പാവട്ടെ, വല്യമ്മാവട്ടെ, ആ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം?
നീറ്റ് നിൽക്കണം, ഫോൺ ജസ്റ്റ് ഒന്ന് ഓഫായിട്ട് നീറ്റിൽ നിന്ന് കാണിച്ചു. അപ്പൊ ഇത് കുട്ടി എന്ത് ചെയ്യും? എന്ത് ക്യാച്ച് ചെയ്യണം? കുഞ്ഞുള്ള മനസ്സിൽ ക്യാച്ച് ചെയ്യണം. നമ്മള് ടി വി കാണുന്നത് വല്യമ്മ വരുന്നുണ്ട്, അവര് വന്ന് ഫോൺ ഉളുക്ക് വരുന്നു, നമ്മളിവിടെ ഇരിക്കണ്, അങ്ങനെ കാണി കുട്ടികളും തരും. നമ്മള് വരുമ്പോൾ പിന്നെ എന്റെ മോൻ എന്നെ ഞാൻ പറഞ്ഞ കേൾക്കണില്ല, എന്റെ മോൻ എന്നെ ബഹുമാനിക്കണില്ല, സ്നേഹിക്കില്ല എന്ന് പറഞ്ഞോണ്ട് കാര്യം രക്ഷയില്ല. നമ്മൾ മാതൃകയാകണം. ടീച്ചറല്ല മാതൃകയാകേണ്ടത്. ഓരോ പാരന്റും റോൾ മോഡലായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളാണ് നമ്മുടെ മക്കളെ മാതൃക. മക്കളോട് ചോദിക്കാണ്, മോനെ അനക്ക് ആരെ പോലെ ആവണം എന്ന് ചോദിച്ചാൽ ആ കുട്ടി സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയാവണം, അതല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെയാവണം, ദുൽഖർ സൽമാനെ പോലെയാവണം, സ്പൈഡർമാനെ പോലെയാവണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ പാകപ്പിഴവ് നമുക്ക് വന്നിട്ടുണ്ട്, രക്ഷിതാക്കളായി നമുക്ക് വന്നിട്ടുണ്ട്. മോനെ നീ ആരെ പോലെ ആകണം എന്ന് പറയുമ്പോൾ മോൻ പറയണം എനിക്ക് എന്റെ ഉപ്പാനെ പോലെ ആവണം. ഇപ്പാന്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഇല്ലേ, ഇവന്റെ ക്വാളിഫിക്കേഷൻ ഇപ്പൊ ഇല്ല. പക്ഷെ കുട്ടി പറയണം എനിക്ക് എന്റെ ഉപ്പാനെ പോലെയാവും. മോളെ നീ ആരെ പോലെ ആകണം എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയണം എനിക്ക് എന്റെ ഉമ്മച്ചിനെ പോലെയാവണം. എന്താ ഉമ്മച്ചിന്റെ ക്വാളിറ്റി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ ആ ക്വാളിറ്റി കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. കുട്ടി മമ്മൂട്ടിയെ പോലെയാണ് ആവേണ്ടേ? ആണോ? കുട്ടി മോഹൻലാലിനെ പോലെയാണ് ആവാൻ വേണ്ടി? കുട്ടി ദുൽഖർ സൽമാനെ പോലെ അല്ല ആവേണ്ടി, നമ്മളെ പോലെയാവണം. നമ്മളെങ്ങനെയാവണമെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ മകൻ വളർന്നു വരികയാണ്, അവർക്ക് മാതൃകയാകണം. അതിന് നമ്മൾ വേണ്ട കാര്യങ്ങൾ, ചില തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യും, മനുഷ്യന്മാരാണ്. പക്ഷെ മക്കളെ മുമ്പിൽ വെച്ചാവരുത്. അറിയാണ്ട് നമ്മൾ കണ്ടുപോയ ടി വി കാണണം തോന്നുന്നു. പക്ഷെ കാണുമ്പോൾ മകനൊന്ന് മാറ്റുക, മകളൊന്ന് മാറ്റുക. മെല്ലെ മെല്ലെ നമ്മളെ മക്കൾ വളരുന്നതിലോ ബോധം നമുക്ക് ഉണ്ടാവണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ചില സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു കുശുമ്പും പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടിയാവുമ്പോ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടൊക്കെ ഉണ്ടാവൂലേ? ഉണ്ടാവും. എന്റെ വിലയിലൊക്കെ ഉള്ളതല്ലേ, ഇന്നെങ്ങാട്ടി വരപ്പുള്ള ആൾക്കാരല്ലേ ഞങ്ങളൊക്കെ, ഇന്നെങ്ങാട്ടി കൂടെ ജീവിതം കണ്ട ആൾക്കാർ. എന്റെ വില തന്നെ അങ്ങോട്ടും കൂടെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാവേണ്ടി ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ മഹിളാ രംഗങ്ങളും തമ്മിൽ സൗന്ദര്യ പണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഉണ്ടായിട്ടില്ലേ? ഒരു തളിക ഒരു പിഞ്ഞാണപാത്രമായിട്ട് ഉടച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉടച്ച പാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോന്നോരോന്ന് എടുത്തിട്ടുണ്ട്. സഫിയ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ കാര്യം നിമിത്തങ്ങൾ പറയുന്നത്, ഏതെങ്ങാനോ ആ കടലിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണെങ്കിൽ ആ കടലിലെ വെള്ളം പോലും മാറിപ്പോകാൻ പറ്റുന്ന രീതിയിലുള്ള വർത്താനാണ് ഖദീജ ആയിഷ നീ പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഉണ്ടാവും സ്വാഭാവികം, ചട്ടിയാകുമ്പോൾ തട്ടിമുട്ടൊക്കെ ഇരിക്കും. പക്ഷെ ഈ തട്ടലും മുട്ടലൊന്നും മക്കളെ നമ്മൾ അറിയിക്കരുത്. അത് വാതിൽ വെച്ചിട്ട് എന്താ ചെയ്യാണെങ്കിൽ പുതിയാപ്പുള്ള അങ്ങനെ അങ്ങനെ മക്കളെ അറിയിക്കരുത്. പറയാനുള്ളത് പറയാച്ചാൽ, കരയാച്ചാൽ അങ്ങനെയുള്ള വിഷയങ്ങൾ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള എനർജി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടും പോസിറ്റീവ് എനർജി, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് അനുസരിച്ച് അതിന് ഡബിൾ കുട്ടികൾ മടിക്കാൻ പറ്റും. നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ ആ കുട്ടികൾ നേരെ തിരിച്ച് നെഗറ്റീവ് നമ്മൾ ഡബിൾ തരും. പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കണം. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചായ നിങ്ങളുടെ പായസം എന്തോ വരുന്നുണ്ട്, ചായ അല്ല എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടില്ല, കുടിക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. മതപരമായിട്ട് നമ്മൾ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണം. സ്പിരിച്വൽ ആയിട്ടുള്ള അവയർനെസ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാനതാ പറഞ്ഞത്, റോൾ മോഡൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് നമ്മൾ റോൾ മോഡൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ സ്പിരിച്വൽ അവയർനെസ്, ഞാൻ നേരത്തെ പറയാം, ഒന്നും കൂടി ആണായിട്ട് പറയാണ്, ഈ സൈബർ യുഗത്തില് നമ്മൾ ഇപ്പൊ പല യുഗം കഴിഞ്ഞു. കാളവണ്ടി യുഗം ഉണ്ടായിരുന്നു. കാളവണ്ടി യുഗം, അതായത് റോഡിൽ ടാറില്ലാത്ത അല്ലെങ്കിൽ റോഡ് പോലും ഇല്ലാത്ത സമയത്ത് കാളവണ്ടിയായിരുന്നു യാത്ര ചെയ്യാൻ. നമ്മൾ കാളവണ്ടി യുഗം ഉണ്ടായിരുന്നു. പിന്നെ മോട്ടോർ സൈക്കിളുകളൊക്കെ വന്നു. പിന്നെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജികൾ വന്നു, അല്ലെ? ഇൻഫർമേഷൻ ടെക്നോളജികൾ വന്നു. ഇപ്പൊ എഐയുടെ കാലഘട്ടം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടം. എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാല്? നിർമ്മിത ബുദ്ധിയാണ്. മനുഷ്യന്മാരുടെ ബുദ്ധി ഉണ്ടല്ലോ, മനുഷ്യന്മാരുടെ ബുദ്ധി എല്ലാവരും തന്നെ മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചുണ്ടാക്കുന്ന ബുദ്ധി, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ തലമുറയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
കാരണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം നമ്മൾ ചെലവഴിച്ചത് ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ്. പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ. ഇനി നമ്മളെ മക്കൾ വലുതാകുമ്പോൾ ഓരേക്കാൾ പെട്ടെന്ന് മാറ്റങ്ങൾ വരും. അപ്പോൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അവിടെ നമ്മൾ സ്വീകരിക്കാൻ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വൽ അവയർനെസ് കൊടുക്കണം. മതപരമായിട്ടുള്ള ഒരു ബോധം നമ്മൾ മക്കൾക്ക് കൊടുക്കണം. ഈ മതപരമായിട്ടുള്ള ബോധം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതാ നമ്മൾ പാഠവുമായി ബന്ധപ്പെടുത്തട്ടെ. 2ാം ക്ലാസ്സിലെ പാഠമാണെങ്കിലും 2ാം ക്ലാസ്സിലൊക്കെ തജ്വീദ് ഖുർആന്റെ ഇതുണ്ടല്ലോ. ഖുർആൻ തജ്വീദ് എന്ന് പറയുന്നത് ഇപ്പൊ മദ്രസയിലില്ല, പുതിയ ക്ലാസ്സുകളിലൊന്നില്ല. പക്ഷെ ഖുർആൻ പഠിക്കുന്നതോടൊപ്പം കുട്ടി തജ്വീദും കൂടി ഓട്ടോമാറ്റിക്കായി പഠിക്കൽ. മദ്രസയിൽ നോക്കിയെങ്കിൽ മദ്രസ മക്കൾ പൊതുപരീക്ഷ ആണെങ്കിലും 3ാം ക്ലാസ് 4ാം ക്ലാസ് ആണെങ്കിലും ഏറ്റവും പ്രയാസമുള്ള വിഷയം ഏതാണെന്ന് വെച്ചാൽ സ്കൂളിൽ മാത്സ് എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ കുട്ടി പറയാം തജ്വീദ് എന്ന് പറയും. യെസ് ഓർ നോ? അത് നമുക്ക് പ്രയാസമാണ്. കാരണം അതിന് എപ്പോഴും നിയമങ്ങളാണ് പറയുന്നത്. ആ നിയമങ്ങൾ പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ പുതിയ പാഠപുസ്തകത്തിൽ തജ്വീദ് പ്രത്യേകം പറയുന്നില്ല. ഖുർആൻ നന്നായി എനിക്ക് തജ്വീദ് പഠിക്കാൻ എന്തിനാ? ഖുർആൻ നന്നായി പഠിക്കാൻ ഓതാൻ വേണ്ടിയിട്ടാണ്. തജ്വീദ് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി കുട്ടിക്ക് പോലും ഖുർആൻ ഓതാൻ കഴിയാത്ത എന്തുകൊണ്ടാ? തജ്വീദ് പഠിക്കുന്നു, പക്ഷെ ഖുർആൻ പഠിക്കുന്നില്ല. ഇത് ഉപയോഗിക്കേണ്ടത് ഖുർആനിലാണ് കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തദ്രീം എന്നുള്ള രീതിയിലാണ് ഖുർആൻ ഇപ്രാവശ്യം പോകുന്നത്. ഈ വർഷം മുതൽ ഖുർആൻ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓതി കേൾപ്പിക്കണം. പണ്ടത്തെ കാലത്ത് മക്കളൊക്കെ ഖുർആൻ നന്നായി ഓതി പഠിച്ചത് അവരുടെ വീട്ടിൽ മഗ്‌രിബ് നിസ്കാരത്തിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഇപ്പമാരും വല്യപ്പമാരും വല്യമ്മമാരും വരെയുള്ള ആൾക്കാരൊക്കെ ഖുർആൻ ഓതുമായിരുന്നു. ഇതൊന്നും നടക്കണില്ല. കുട്ടി എങ്ങനെ പിന്നെ പഠിക്കുക, കുട്ടി എങ്ങനെ കേൾക്കുക? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നന്നായിട്ട് ഓതി കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഈ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതാൻ വേണ്ടി ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തും. സ്പിരിച്വൽ അവയർനെസ് നമ്മൾ ചെയ്യണം. ഇത് വേണ്ടാന്ന് വെക്കരുത്. പിന്നെ ചിലപ്പോൾ ചില സ്കൂളിൽ പോകാൻ കംപ്ലൈന്റ് ആവേണ്ടി കുട്ടി നോട്ട്സാണ് എഴുതാന്ന്. അപ്പൊ നോട്ട്സ് ഉസ്താദ്മാർ അല്ലെങ്കിൽ സ്കൂളിലെ മാഷ്മാര് അല്ലെങ്കിൽ മദ്രസ ഉസ്താദ്മാർ എന്ത് ചെയ്യും? അതിനോട് വിട്ടുകൊടുക്കും. എന്നിട്ട് ഇത് കുട്ടി എഴുതാന്ന് പറഞ്ഞാണ്ട് എഴുതുകയും ആയിക്കോട്ടെ, എഴുതിക്കോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ നോട്ട്സ് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉസ്താദ്മാരോടും ടീച്ചർമാരോടും പറയുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ ഞാൻ വരികയാണെങ്കിൽ തന്നെ എഴുതുമ്പോൾ അത് എന്നെയാണോ എഴുതുന്നത് എന്ന് നോക്കണം. കാരണം നമ്മളെക്കാൾ ഉഷാറാണ് നമ്മളെ മക്കൾ. നമ്മളെ അടുത്തുകൂടെ പോകുമ്പോൾ കുട്ടി വേഗം മാറ്റും, പഠിത്തത്തിലേക്ക് മാറ്റും. ഇത് തിരിച്ചിങ്ങനെ പോകുമ്പോൾ അപ്പോൾ മാറ്റും. കാരണം ചെക്കന്റെ കുട്ടിയുടെ മകന്റെ മക്കളുടെ ചുറ്റുഭാഗം ക്യാമറ ഉണ്ട്. ഏത് ഭാഗത്ത് ഇരുന്നാലാണ് ഇമ്മനെ പറ്റിക്കാൻ കഴിയാന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ തന്നെ മക്കള് നമുക്ക് എത്ര കുരുട്ടുണ്ടോ ആ കുരുട്ടിന്റെ ഇരട്ടി ആർക്കും കഴിക്കും ഉണ്ടാവൂലേ? നല്ല കാര്യമാണ്. ആ കുരുട്ടിനെ നന്നായിട്ട് പോസിറ്റീവായിട്ട് മാറ്റുക, നല്ലൊരു നയതന്ത്ര രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കുട്ടികൾ ഉഷാറാക്കും, ഒരു സംശയമില്ല. അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ ഇന്റഗ്രിറ്റി കുട്ടികൾ കൊടുക്കും. സാമൂഹികപരമായിട്ടുള്ള ഒരു സത്യസന്ധത കുട്ടികൾക്ക് ഉണ്ടാവും. സാമൂഹികമായിട്ടുള്ള ഒരു ബോധം കുട്ടികൾക്ക് ഉണ്ടാവും. നമ്മുടെ മക്കളെ വല്ലാണ്ട് ചെയ്യുന്ന പോലെ ഒന്നും വേണ്ട. ഇപ്പൊ നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ